നമസ്കാരം. ഗവർണർമാരുടെ അധികാര പരിധി വെട്ടിച്ചുരുക്കുന്നതിലെ അനിവാര്യതയും അവരുടെ നടപടികളിൽ രാഷ്ട്രപതിക്ക് വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യവും നിലവിൽ ചർച്ചാ വിഷയമാണ്. ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രപതിയുടെ നിഷ്ക്രിയത്വത്തിനെതിരെ സുപ്രീം കോടതി അടുത്തിടെ ഗൗരവമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് തമിഴ്നാട് ഗവർണറായിട്ടുള്ള RN രവി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സംഭവം രാജ്യത്തെ ഭരണഘടനാപരമായ തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന വിഷയമായി കോടതി ഉയർത്തിക്കാട്ടി. ഇത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഏറ്റവും വലിയ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി സംസ്ഥാന ഗവർണർമാർ കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഗവർണർമാർക്ക് നീതിന്യായപരമായ അധികാരം, ജുഡീഷ്യൽ പവർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലും ഇല്ലെന്നും രാഷ്ട്രപതി ആകട്ടെ ഈ കാര്യങ്ങളിൽ വേണ്ടത്ര നിർദ്ദേശം നൽകുന്നില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു. രാഷ്ട്രപതി ഇന്ത്യ രാജ്യത്തിൻ്റെ മുഖ്യ എക്സിക്യൂട്ടീവ് തലവൻ ആയിരിക്കെ തന്നെ ഒരു സംസ്ഥാനത്ത് ഗവർണർക്ക് എടുക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങൾക്ക് വ്യക്തമായ പരിധികളുണ്ട്. ഗവർണർ ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാണ്. യൂണിയൻ ക്യാബിനറ്റിൻ്റെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർമാരുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിലെ ഈ ഭരണഘടനാപരമായ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിരുന്നപ്പോഴും ഇപ്പോൾ ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിരിക്കുമ്പോഴും ശക്തമായ നിയമപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നടപടികളിൽ പ്രതിപക്ഷം ഭരണകക്ഷിയോട് അനുകൂലമായ നിലപാട് ആരോപിച്ചിരുന്നെങ്കിൽ നിലവിലെ ജഡ്ജിമാരായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയോ ജസ്റ്റിസ് BR ഗവായിയോ അത്തരം രാഷ്ട്രീയ ചായ്വുകളിലേക്ക് നീങ്ങുന്നില്ല. ഇത് കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ചും BJPക്കും അവരുടെ മന്ത്രിസഭയ്ക്കും വലിയ തലവേദന സൃഷ്ടിക്കുന്നു. BJP എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് ഭൂരിപക്ഷമുള്ള സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം ഗവർണർമാരെയാണ് എന്ന ആരോപണം ശക്തമാണ്. കേരളത്തിലെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ അടുത്തിടെ ബീഹാറിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ഈ പശ്ചാത്തലത്തിൽ കാണണം. കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ പോലും BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നതിനായിട്ട് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തും. കർണാടകയിൽ ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയപ്പോഴും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അട്ടിമറി നടന്നപ്പോഴും ഗവർണർമാർ കേന്ദ്ര സർക്കാരിന് സഹായകമായ രീതിയിൽ പ്രവർത്തിച്ചുവെന്ന വിമർശനമുണ്ട്. നിലവിലെ ഉപരാഷ്ട്രപതിയും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായിരുന്നപ്പോൾ സമാനമായ രാഷ്ട്രീയ അട്ടിമറിക്ക് കളമൊരുക്കിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഗവർണർ പദവി വഹിക്കുന്നതിന് മുൻപോ ശേഷമോ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഭരണഘടനാപരമായി അഭികാമ്യമല്ല എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച ശേഷം തിരികെ വന്ന് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സംഭവം ഇതിന് തെളിവാണ്. ഭരണഘടന അനുശാസിക്കുന്നത് ഗവർണർമാർ BJPയുമായോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായോ ബന്ധപ്പെട്ട സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ്. എന്നാൽ നിലവിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പല BJP നേതാക്കളെയും ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രവണതയുണ്ട്. ജസ്റ്റിസ് BR ഗവായി ഈ പ്രവണതയെ പരസ്യമായി പേരെടുത്ത് ചോദ്യം ചെയ്തിരിക്കുകയാണ്.